ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ വ്ളോഗ് വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ അടുപ്പിച്ച് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ 3 വ്ളോഗ് ഇട്ടിരുന്നു. കാണാത്തവർ കാണണം, അഭിപ്രായം അറിയിക്കണം. ഇവിടുത്തെ അവസ്ഥകളെല്ലാം ഞാൻ ആ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഞാനും ഇവിടെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പൊ കാര്യങ്ങളെല്ലാം ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറ്റിയ ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചിരുന്നു ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഇത് വ്ളോഗ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് അത് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. കാരണം നമ്മൾ ആരടുത്ത് ചോദിച്ചാലും പറയുന്നത് പച്ചക്കറിയൊക്കെ എങ്ങനെയാ മേടിച്ചു വെക്കുന്ന കുറച്ച് ദിവസത്തേക്ക്, ബാക്കി ധാന്യങ്ങളൊക്കെ ആണെങ്കിൽ മേടിച്ചു വെക്കാം, പച്ചക്കറി ഒരു 3-4 ദിവസത്തേക്ക് കൂടുതലൊന്നും മേടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പച്ചക്കറികൾ അങ്ങനെ ഒത്തിരി മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാകുന്നു, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് ചെയ്താൽ മതി. എന്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഉണ്ടായിരുന്നത് കുറച്ച് വെണ്ടയ്ക്ക അതരിഞ്ഞിട്ടുണ്ട്, ബീൻസ്, ക്യാരറ്റ്, പടവലങ്ങ. അപ്പൊ നിങ്ങൾക്ക് അരിഞ്ഞു വെച്ചാൽ കേടാകില്ല എന്നുള്ള ഏത് വെജിറ്റബിൾസും എടുക്കാം. അതായത് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അല്ലെങ്കിൽ മത്തങ്ങ, ഇതൊക്കെ അകത്തെ ആ ഭാഗം ക്ലീൻ ചെയ്ത് ചെത്തി പീസാക്കി വെക്കാം. പിന്നെ ഓൾറെഡി കുറച്ച് മുരിങ്ങയ്ക്ക ക്ലീൻ ചെയ്ത് പീസാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് അരിയേണ്ടത് നിങ്ങൾക്ക് എന്തിനാണോ ഉപയോഗിക്കേണ്ടത് ആ ഷേപ്പിൽ അരിയാം. സാമ്പാറിന് വേണമെങ്കിൽ ഇങ്ങനെ അരിയാം, അവിയലിന് വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞു വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, മെഴുക്കുരട്ടിക്കാണെങ്കിൽ അങ്ങനെ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പയർ അരിഞ്ഞു വെച്ചത് കാണിച്ചിരുന്നു, കുറച്ച് മെഴുക്കുരട്ടിക്കും തോരനുമായിട്ട്. അപ്പൊ നിങ്ങൾക്കിത് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ ക്യാരറ്റ് ഇങ്ങനെ കുഞ്ഞു പീസാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം സാലഡിൽ ഇടാനാണെങ്കിൽ, പിന്നെ സാൻഡ്വിച്ചിന് വേണ്ടിയാണെങ്കിൽ, മസാല റൈസ്, ഫ്രൈഡ് റൈസ്, ഇതിനൊക്കെ വേണ്ടിയാണെങ്കിൽ എല്ലാത്തിനും ഇതങ്ങ് യൂസ് ചെയ്യാം. ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അരിഞ്ഞ ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വേണം അരിഞ്ഞെടുക്കാൻ. അതിനുശേഷം നല്ല ഒരു സിപ്ലോ കവറിലോ, അതല്ല എങ്കിൽ ഞാൻ ഡബ്ബയ്ക്കകത്താണ്, ഇതുപോലുള്ള നല്ല ടൈറ്റ് ഡബ്ബകളുണ്ട്, അതിനകത്താക്കിയാണ് വെക്കുന്നത്. അല്ലാതെ 1-2 ദിവസത്തിനകം എടുക്കാനാണെങ്കിൽ അധികം ടൈറ്റ് ഇല്ലാത്ത ഇതുപോലെ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും അടച്ചു വെക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അതല്ല കുറേ ദിവസം വെച്ചേക്കാനാണെങ്കിൽ ഇതുപോലെ വായു കയറാത്ത ഒരു ഡബ്ബയിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. കുറേ ദിവസം നമുക്കിത് യൂസ് ചെയ്യാം. കുറേശ്ശെ എടുത്താൽ മതി, ഒരു പ്രോബ്ലവും വരത്തില്ല. അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ പറയും ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ യൂസ് ചെയ്യരുത്, അത് ശരീരത്തിന് കേടാണ്, ഇങ്ങനെ അരിഞ്ഞു വെക്കരുത്, ഫ്രഷ് ആയിട്ട് തന്നെ വേണം. ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഫ്രിഡ്ജിനെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ വെണ്ടയ്ക്ക ഞാനിപ്പോൾ മേടിച്ചിട്ട് തന്നെ ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി. ഇന്ന് നോക്കിയപ്പോൾ അത് ചെറുതായിട്ട് കേടാവാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിനെ എടുത്ത് അരിഞ്ഞത്. കാരണം ഇനി ഇതിപ്പോൾ അരിഞ്ഞു വെച്ചാൽ എത്ര ദിവസം വേണേലും ഇരുന്നോളും, കേടാവത്തില്ല. നോക്കി, ഇതിപ്പോ കുറേ ദിവസത്തേക്കില്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.